കണ്ണുകളൊന്ന് അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളെ തന്നെ ഒന്ന് അനുഗ്രഹിച്ച്, കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ, എൻ്റെ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരിക്കലും പറയില്ല ഇനി ഭാഗ്യമില്ലെന്നും എനിക്ക് യോഗമില്ലെന്നും ഞാൻ പറയില്ല. പകരം ഞാൻ പറയും, എനിക്ക് ഭാഗ്യമുണ്ടെന്നും എനിക്ക് യോഗമുണ്ടെന്നും ആത്മാവിൽ വിശ്വസിച്ച് ഞാനത് പറയും. അത് പറയും. നിങ്ങളൊരു അത്ഭുതത്തെ കാണും. വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്, അതാണ് അത്ഭുതമായി മാറുന്നത്. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കണം. ഒരു അത്ഭുതത്തെ ദൈവം ചെയ്തു തരണം. നിങ്ങൾ ഇന്നുവരെ അനുഭവിക്കുന്ന തടസ്സങ്ങൾ വേരോടെ മാറിപ്പോകണം. എനിക്ക് ഭാഗ്യമില്ലെന്ന് പറയരുത്, എനിക്ക് യോഗമില്ലെന്ന് പറയരുത്. വീട് വെക്കാൻ എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നല്ല രീതി നടത്താൻ എനിക്ക് യോഗമില്ല, എനിക്കിനി ഒരു നല്ല കാലമില്ല. സ്വയം ശപിക്കരുത്. പകരം വിളിച്ചു പറയണം, ദൈവത്തിൽ നിന്നോണ്ട് പറയണം, എനിക്ക് ഭാഗ്യമുണ്ട്. ഞാൻ അഴിഞ്ഞു പോകാൻ, ചീഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കാര്യങ്ങളെ ദൈവം ഭംഗിയാക്കി തരും. വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അത്ഭുതത്തെ ജനിപ്പിക്കുന്നത്. വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് മറ്റൊരു അത്ഭുതത്തെ കൊണ്ടുവരുന്നത്. സകല തടസ്സങ്ങളും മാറിപ്പോകത്തക്ക വിധം ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്വരം ഉയർത്തി സ്തുതിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ സ്വരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ശബ്ദം ഉയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കാൻ ഇടവരട്ടെ. ഈ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടാൻ ഇടവരട്ടെ. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഈ ജനത്തിനു വേണ്ടി ദൈവം ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഭാഗ്യമില്ലെന്നും യോഗമില്ലെന്നും പറയരുത്. എനിക്ക് ഭാഗ്യമുണ്ട് എന്ന് പറ. എല്ലാവരും പറ, എനിക്ക് ഭാഗ്യമുണ്ടെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് യോഗമുണ്ടെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ ബന്ധനങ്ങളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. നിനക്ക് അനുഗ്രഹത്തിലേക്ക് കയറാനുള്ള ഒരു വഴി ദൈവം തുറന്നു തരട്ടെ. ദൈവം തുറന്നു തരട്ടെ. സകല ബന്ധനങ്ങൾ മാറട്ടെ. സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത്ഭുതങ്ങൾ ദൈവം ചെയ്യട്ടെ. ദൈവം ചില അടയാളങ്ങൾ ചെയ്യട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ ഇവിടെ സംഭവിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇവിടെ ചലിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവിടെ നടക്കുന്നു. ചില ബന്ധനങ്ങൾ ദൈവം അഴിക്കുന്നു. ചില കെട്ടുകളെ ദൈവം മാറ്റുന്നു. രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കുന്നു. കുടുംബങ്ങളെ ദൈവം വിശുദ്ധീകരിക്കുന്നു. തലമുറകളെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. ചേർന്ന് കരമടിച്ചൊന്ന് പാടാം. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. അതുകൊണ്ട് വിശ്വസിച്ച് തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ അടച്ചിടുമേ. കരമുയർത്തി ഒന്ന് സ്തുതിക്കുന്നു. ജീസസ്, ശബ്ദമുയർത്തി വിളിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആമേൻ, ആമേൻ. ഇപ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശുശ്രൂഷകരെല്ലാവരും ചേർന്ന് എല്ലാ ജനങ്ങളും പറയണം, കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പറയണം. എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? നമ്മളിവിടെ ഒരാളുടെ പേര് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ വ്യക്തി അതിനോട് ഒപ്പം അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ്.
ആ വ്യക്തി ഒരു കണ്ണുനീരോടെ ചേർത്ത് വെച്ചൊരു നിയോഗമുണ്ട് ഈ പുസ്തകത്തിൽ, ഈ പേപ്പറിൽ. അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ എത്തിച്ചു പ്രാർത്ഥിക്കുവാണ്. ഒരുപക്ഷെ പേര് കൊടുക്കാൻ കഴിഞ്ഞു കാണത്തില്ല, നിയോഗം പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്തൊരു അത്ഭുതത്തെ കാണും. ഈ സമയം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നീണ്ട ക്യൂവിൽ നിന്നുകൊണ്ട് നിയോഗ പ്രാർത്ഥന കൂടാരത്തിൽ പ്രാർത്ഥന എഴുതി കൊടുത്ത് എൻ്റെ പേര് അൾത്താരയിൽ കർത്താവേ അങ്ങയുടെ നാമത്തിൽ എത്തിക്കൂ. നീതിമാന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുടച്ച് ആകാശത്തോളം എത്തുന്നുവെന്ന് പറഞ്ഞിട്ടുള്ള വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ നിയോഗം നാളെ അൾത്താരെ സാക്ഷ്യമായിട്ട് മാറണം. ഈ വ്യക്തിയുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം. ഏതു കാര്യത്തിനാണോ പ്രാർത്ഥിച്ചത്, ഇന്നത്തെ വചനമെല്ലാം, ഇന്നത്തെ വിശുദ്ധ കുർബാന ആരാധനയെല്ലാം ആ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, മനസ്സറിഞ്ഞ് ദൈവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചാൽ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകുമെന്ന്. ഞങ്ങൾ നിങ്ങളെ മനസ്സിൽ കണ്ട് ഈ അനുഗ്രഹം എന്ന ഈ സ്ഥലത്ത്, ഈ പുണ്യസ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവനാമത്തിൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി സ്വാർത്ഥതയില്ലാതെ അസൂയയില്ലാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ ചിലർ അസൂയോടെയും ദേഷ്യത്തോടും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അസൂയയില്ലാതെ, ദേഷ്യമില്ലാതെ, സ്നേഹത്തിൽ നിന്നുകൊണ്ട്, സ്വാർത്ഥതയില്ലാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിയോഗത്തെയും കുടുംബത്തെയും ആവശ്യത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ആ നിയോഗ പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ച് നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ, അടയാളങ്ങൾ സംഭവിക്കണമേ, ദൈവ പ്രവർത്തികൾ സംഭവിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് പാടാമോ? നിയോഗ പ്രാർത്ഥനയിൽ യേശു എൻ്റെ സ്ഥിതി മാറ്റിടുന്നു. നിയോഗ പ്രാർത്ഥനയിൽ യേശു എൻ്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ. ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിക്കാം. നിയോഗ പ്രാർത്ഥന നമ്മൾ ചെല്ലുകയാണ്. ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വെഞ്ചരിക്കാനുള്ള കാര്യങ്ങൾ കൈകളിൽ എടുത്തിട്ടുണ്ടാകാം. ഇവിടെ നിന്ന് മേടിച്ച നിയോഗത്തിരി ഉണ്ടാകാം, ഇവിടെ നിന്ന് മേടിച്ച നിയോഗത്തിൽ പ്രാർത്ഥിക്കാനുള്ള എണ്ണയുണ്ടാകാം, നിയോഗ കൊന്ത കാണാം. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ചില വഴികളാണ്. നിയോഗ കൊന്ത കൈകളിലുണ്ടെങ്കിൽ ഒരു നിമിഷം അത് കൈകളിലെടുക്കാം. അതിൻ്റെ 33 മുത്തുകളാണുള്ളത്. അതിൽ ഓരോ പ്രാവശ്യവും നമ്മൾ പറയുന്നത്, യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ, ബന്ധനങ്ങൾ മാറി ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണമെന്ന വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹം പറയാൻ ഇടവരണം. നിങ്ങൾ നാളുകളിൽ ഈ ഒരു അനുഗ്രഹത്തെ പറയാൻ ഇടവരണം. എത്രയോ പേരാണ് ഇന്ന് സാക്ഷ്യം പറഞ്ഞത്. ഓരോ വെള്ളിയാഴ്ചകളിലും സമയം തികയാത്ത വിധം എഴുതി പറയാനും വായിച്ചെഴുതി തന്ന സാക്ഷ്യങ്ങൾ പറയാൻ എത്രയുണ്ടെന്നറിയാമോ? അതിൻ്റെ അർത്ഥം ഓരോ ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഏൽപ്പിക്കുമ്പോൾ അത്ഭുതം നടക്കാതിരിക്കത്തില്ല, അസാധ്യ കാര്യങ്ങൾ സാധിക്കാതെ ഇരിക്കത്തില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. കണ്ണുകളെ അടച്ച് നിയോഗ കൊന്തയുണ്ടെങ്കിൽ കൈകളിൽ എടുത്തുകൊണ്ട് ഒരു നിമിഷം 4 പ്രാവശ്യം
എല്ലാവരും ചേർന്ന് എൻ്റെ ഒപ്പം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമോ? നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ സുനാഥാ. എന്ന് പറഞ്ഞേ, എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ സുനാഥാ. പിന്നെയോ, ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. കരമുയർത്തി അടിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആരാധന സ്തുതി രാജാവിന്. കരങ്ങളൊന്ന് വീശി പാടാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആരാധന സ്തുതി രാജാവിന്. പാവനമാ പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനമാ പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. ഹല്ലേലൂയാ ജീസസ്, ഹല്ലേലൂയാ, ആരാധന ആരാധന സ്തുതി രാജാവിന്. കരങ്ങൾ വീശി പാടാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആരാധന സ്തുതി രാജാവിന്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 ജീസസ്, ജീസസ്, ജീസസ്. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഈ ജനത്തിന്റെ മേൽ ഉയരണമേ, ഈ ജനത്തിന്റെ മേൽ ഉയരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവേ, അങ്ങ് ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു, അങ്ങ് ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഇവിടെ അത്ഭുതം നടക്കണമേ, ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ദൈവനാമത്തിന്റെ അത്ഭുത ശക്തി ഇവിടെ വെളിപ്പെടണമേ. വിശ്വസിക്കുന്നു, സകല ബന്ധനങ്ങളും മാറട്ടെ, സകല തടസ്സങ്ങളും മാറട്ടെ. ഇപ്പോൾ രോഗശാന്തികൾ സംഭവിക്കട്ടെ, വലിയ രോഗശാന്തികൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളും അടച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർക്കുവാണ്,
മനസ്സിലേക്ക് ആ 2 വാക്ക് പല പ്രാവശ്യം പറയണം. ഭാഗ്യമില്ലെന്നും യോഗമില്ലെന്നും പറയരുത്. എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് യോഗമില്ല പറയരുത്. പകരം പറയണം, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ച് ഞാൻ പറയുന്നു, എനിക്ക് ഭാഗ്യമുണ്ട്, എനിക്ക് യോഗമുണ്ട്. ഇത് പല മനുഷ്യരുടെയും മനസ്സിലെ കയ്പാണ്. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ നാൾ ശരിയല്ല, ജനിച്ച ദിവസം ശരിയല്ല, നീ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആകത്തുള്ളൂ. നമുക്ക് തന്നെ തോന്നും, ഓരോരുത്തരുടെ വാക്ക് കേൾക്കുമ്പോൾ തോന്നും, ഞാനൊരു ഭാഗ്യം കെട്ടവനാണ്, എനിക്കൊരു യോഗമില്ലാത്തവനാണ്, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അവിടെ എത്തി, ഇവിടെ എത്തി, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ജയിക്കാൻ പറ്റുന്നില്ല. സ്വയം ശപിക്കുകയല്ല, അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ നിന്ന് നിങ്ങൾ പറ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നേ. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. ഏതേലും തടി വെട്ടിയാൽ പോരാ. നിങ്ങളോട് ചിലപ്പോൾ ദൈവം പ്രചോദനം തന്നു കാണും, അനുഗ്രഹയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. ആ സ്ഥലത്ത് പോയി നീ യോഗത്തോടെ പ്രാർത്ഥിക്കുക. അത് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ ചിലപ്പോൾ എന്നെ ഒരുക്കിയതാണെങ്കിലോ. കണ്ണുകളടച്ച്, ഭാഗ്യമുള്ളവർ ഒരുപാട് പേരുണ്ട്, യോഗമുള്ളവരുണ്ട്. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളെത്തും. ദൈവം പാതി വഴിക്ക് നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോൾ പല ഭാഗത്തു നിന്ന് വന്നവരെ ഞങ്ങൾ ഓർക്കുവാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഭാഗത്തു നിന്ന് വരെ വന്നവരിവിടെയുണ്ട്. ട്രാവലറിന്, ബസ്സിന്, തൃശ്ശൂരിൽ നിന്ന് വന്നവർ, പല ഭാഗത്തു നിന്നും വന്നവർ, ആ വാഹനം ഓടിക്കുന്നവരെയും ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെയും പ്രിയപ്പെട്ടവരെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ യാത്രയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കാസർഗോഡ് ചെറുപുഴയിൽ നിന്നൊക്കെ വരുന്നവർ, അവർ രാത്രി 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ എത്തുമ്പോൾ തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷെ എന്നാലും ആരാധന കഴിഞ്ഞാണ് അവർ പോകുന്നത്. ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ വീടെത്തുമ്പോൾ ഒരനുഗ്രഹം കാണാൻ കഴിയണം. നിങ്ങളുടെ വീട് നിങ്ങളിലൂടെ, കാര്യം റിസ്ക്കാണ്, ഇത്രയും ദൂരമുണ്ട്, സത്യം എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇതിന് പ്രതിഫലമായി വിതയ്ക്കുന്നവന് കൊയ്യാൻ പറ്റും. വിതയ്ക്കുന്നവൻ കൊയ്യും, അത് ബൈബിൾ എഴുതിയിട്ടുണ്ട്. നീ വിതയ്ക്കുന്നത് നീ കൊയ്തെടുക്കും. പ്രാർത്ഥന വിതയ്ക്കുകയാണ്, ആരാധന വിതയ്ക്കുകയാണ്. ഇന്ന് ആരാധന നടത്തി പ്രാർത്ഥിച്ചപ്പോൾ മദ്യപാനിയായ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ തെറ്റായൊരു ജീവിത രീതി കൊണ്ട് വിഷമിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില മുഖങ്ങളെ മനസ്സിൽ കണ്ടു, മനസ്സിൽ ഓർമ്മ വന്നു. അവർ അടുത്തു നിൽക്കുന്നവർ എന്തു ചിന്തിക്കുമെന്ന് പോലും അറിയാതെ അവർ ചിലപ്പോൾ നിലവിളിച്ചു പോയവരുണ്ട്. ആ ഒരു പ്രാർത്ഥനയെ ദൈവം കാണുന്നുണ്ട്. ജീവിത പങ്കാളി ഓർത്ത് ഭാരപ്പെടുന്നവർ, വിഷമിക്കുന്നവർ, വയറിൻ്റെ ഭാഗത്തുണ്ടായ തടിപ്പോ നീരോ വേദനയോ മൂലം, ഇത് രോഗം PR കിട്ടിയായിരുന്നെങ്കിൽ, വിസ ശരിയായിരുന്നെങ്കിൽ, ആ ജോലിയുടെ ശമ്പളം കുറച്ചുകൂടെ നല്ലതായിരുന്നെങ്കിൽ, ഒരു സ്ഥാനക്കയറ്റം കിട്ടിയായിരുന്നെങ്കിൽ, എല്ലാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുത്തിരിക്കും. വിശ്വാസത്തോടെ പറ, ഞാനൊരു സാക്ഷ്യം പറയും. എൻ്റെ ജീവിതത്തിൽ വരുന്നൊരു ഭാഗ്യം വിളിച്ചു പറയാൻ ഞാനിവിടെ വരും. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു നന്മ വിളിച്ചു പറയാൻ സാക്ഷ്യം പറയൂന്നല്ല കേട്ടോ ഞാൻ പറയുന്നു, അനുഗ്രഹം പറയാനിട വരും. അനുഗ്രഹം പറയും. നിങ്ങൾ സാധ്യമെങ്കിൽ ആ കരങ്ങളൊന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിക്കാമോ? എന്നിട്ടൊന്ന് തീരുമാനിക്കുക. ഈ അനുഗ്രഹയിൽ വന്ന് വ്യാഴാഴ്ച വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. അന്നേരവും 100 കണക്കിന് ആളുകളുടെ നിയോഗം സമർപ്പിച്ച പ്രാർത്ഥിച്ചത്. ഭാഗ്യമില്ലെന്നും യോഗമില്ലെന്നും പറയരുത് കേട്ടോ. ഒരമ്മയോട് പറയട്ടെ, ഈ അപ്പച്ചനോട് പറയട്ടെ, യുവാവിനോട് പറയുന്നു, യുവതിയോട് പറയുന്നു, ഭാഗ്യമില്ല യോഗമില്ല എന്ന് പറഞ്ഞ് സ്വയം ശപിക്കരുത്. പകരം എന്തു പറയണം? എനിക്ക് ഭാഗ്യമുണ്ടെന്നും യോഗമുണ്ടെന്നും ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് പറയണം. ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, കർത്താവായ യേശുവേ, എനിക്ക് ഭാഗ്യമുണ്ടെന്നും യോഗമുണ്ടെന്നും ദൈവത്തിൽ ഞാൻ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുന്നു. എനിക്ക് ഭാഗ്യമുണ്ടെന്നും യോഗമുണ്ടെന്നും ദൈവത്തിൽ ഞാൻ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുന്നു. എനിക്ക് ഭാഗ്യമുണ്ടെന്നും യോഗമുണ്ടെന്നും ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ ഏറ്റെടുക്കുന്നു.
പറയുന്നു, ഞാൻ ശപിക്കപ്പെട്ടവനല്ല, ഞാൻ സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഞാൻ ശപിക്കപ്പെട്ടവനല്ല. ഏതു ശാപവും മാറും, ഏതു പാപവും മാറും. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഒരു സാക്ഷ്യം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഇത് നിസ്സാരമായൊരു വാക്കല്ല. ഒരാളോട് പറഞ്ഞു നീ വീട് വെക്കത്തില്ല, എന്നിട്ട് അയാൾ അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഓ എനിക്ക് വീട് വെക്കാനുള്ള ഭാഗ്യമില്ല, യോഗമില്ലെന്ന് പറയരുത്, പറയരുത്. തുടർന്ന് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. ഓരോ നിയോഗത്തിന് വേണ്ടി കർത്താവെ, +1 +2 SLC പരീക്ഷയ്ക്ക് എഴുതുന്ന പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള നേർച്ച ഭക്ഷണം നൽകിയവരെയും നേർച്ച ഭക്ഷണം, എണ്ണയും വെള്ളവും ഉപ്പും എല്ലാം ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ വൈദികരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൂരെ നിന്ന് വന്നവരെ, സമീപത്തുള്ളവരെ, ഞങ്ങളുടെ നല്ലവരായ അയൽക്കാരെ, ഈ ആലയത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകുമ്പോൾ ഇത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ സമയമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ്. പോയതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട. മുന്നോട്ടൊരു നന്മയുണ്ട്, മുന്നോട്ടൊരു നന്മയുണ്ട്. നിങ്ങളൊരു വിജയമായി മാറിയിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ നല്ലൊരു വീട്, നല്ലൊരു ജോലി, നല്ലൊരു ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം ദൈവം കൊണ്ടുവന്നു തരും. ഒന്ന് വിശ്വസിച്ച് ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തി ആശീർവദിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ